മേരി ക്രിസ്മസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് വ്ളോഗ്, അതായത് ക്രിസ്മസ് സ്പെഷ്യലും ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഗിഫ്റ്റ്സ് ഇവിടെ സാന്റ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ ഡേവിഡ്? രാത്രി സാന്റ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ് ദേ സാന്റ കൊണ്ടുവച്ച ഗിഫ്റ്റ്സ് ആണ് ഡേവിഡിനും ഡെന്നിസിനും. എത്ര ഗിഫ്റ്റ്സ് ഉണ്ട് ഡേവിഡ്? 1 2 3 4 ഗിഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ 2 ഗിഫ്റ്റ് ഫോർ ഡേവിഡ്, 2 ഗിഫ്റ്റ് ഫോർ ഡെന്നിസ്, റൈറ്റ്? ഓക്കെ. അപ്പം നമ്മുടെ ഗിഫ്റ്റ്സ് റെഡിയാണ്. ഇനിയും നമ്മൾ കേക്ക് റെഡിയാക്കണം. അപ്പം കേക്ക് നമ്മുടെ ക്രിസ്മസിന് സാധാരണ നമ്മൾ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഡേവിഡ്? പക്ഷെ ഡേവിഡിന് നട്ട്സ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പ്ലം കേക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഏത് കേക്കാണ് ഉണ്ടാക്കുന്നത്? ചോക്ലേറ്റ് കേക്ക്. അപ്പം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാ അല്ലേ? ലെറ്റ്സ് ഗോ. നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കേക്കിന് ആവശ്യമായിട്ടുള്ള 2 എഗ്ഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ എഗ്ഗ് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. പിന്നെ another egg crack ആക്കണം. അതെ, സെക്കൻഡ് എഗ്ഗ് ക്രാക്ക് ആക്കിയിട്ട് അത് ഒഴിക്കണം. പിന്നെ 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 ഒരു ഷുഗർ ഇടണം. പിന്നെ ഷുഗറാണ് ഇടേണ്ടത്. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് 1/2 കപ്പ് ഷുഗർ ഇടണം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കണം. നമുക്കിനി ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി ഇത് ഉള്ളിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. സാധാരണ എണ്ണയാണ് എല്ലാവരും എടുക്കുന്നത്. ഞങ്ങൾ നെയ്യ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വീണ്ടും നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് 3/4 കപ്പ് ഫ്ലോർ ആണ് ഞാൻ ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ഇത് കൊക്കോ പൗഡർ അല്ല, ആക്ച്വലി ഇത് പിള്ളേരുടെ ഒരു പാലിനകത്തിട്ട് കൊടുക്കുന്ന പൊടിയാണ്. ലിറ്റിൽ ജോയുടെ ന്യൂട്രി മിക്സ്. അപ്പം ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ കൊക്കോ പൗഡർ ഇല്ലായിരുന്നു, ആക്ച്വലി ശ്രദ്ധിച്ചില്ല. കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കൊക്കോ പൗഡർ ഇല്ലെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു. ഇത് 1/4 കപ്പ് ആണ് എടുക്കേണ്ടത്. ഞങ്ങളുടെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇടേണ്ടത്. ഇനിയും ഇത് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ അത് ഷേക്കാക്കി നല്ലപോലെ പൊടിയാക്കി ഇടണം. പൊടികളെല്ലാം ഇട്ട് കഴിയുമ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പാൽ ഒഴിക്കണം. 1/4 പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത്ര ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റണം. പിന്നെ ഡേവിഡിന് ചോക്ലേറ്റ് കേക്കാണ് വേണ്ടിയത് അല്ലേ ഡേവിഡ്? അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് മണ്ടയ്ക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ചോക്ലേറ്റ്
ചിപ്സ് കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഓവനിലോട്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഓവനിലോട്ട് വെക്കാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ നമ്മുടെ ബാറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചുമ്മാ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ഓവനിലോട്ട് പോകാൻ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്തിട്ട് നിങ്ങളെ കേക്ക് കാണിക്കാം. നമ്മുടെ കേക്ക് നമ്മൾ അതായത് ബാറ്റർ നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 180 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 30 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. ഞങ്ങൾ കേക്കൊക്കെ ഓവനിൽ വെച്ചിട്ട് ഇവിടെ ഗിഫ്റ്റ് തുറക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ ഇതേ കുട്ടീസൊക്കെ നല്ല കുളിച്ച് റെഡിയായിട്ട് നല്ല ക്രിസ്മസിൻ്റെ തീമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഡേവിഡ് ഒരു ഗ്രീൻ ടീഷർട്ടും ഗ്രീൻ പാൻറ്റുമാണ് ഇട്ടേക്കുന്നത്. ഡെന്നിസിനെ ഞങ്ങളപ്പം റെഡ് കളറുടെ ഇടിയിപ്പിച്ചു. ഒരു വൈറ്റും റെഡ് ചെറിയ ഒരു ഡിസൈനുള്ള ടീഷർട്ടും ഒരു ഓറഞ്ച് പോലത്തെ പാൻറ്റാണ്, റെഡല്ല, എന്നാലും റെഡായിട്ട് ദൂരെ നിന്ന് കാണും. പിന്നെ ഞാനും ദേ ഒരു റെഡ് കളറുടെ ഒരു ജാക്കറ്റ് പോലാണ് ഇട്ടേക്കണേ. അപ്പോൾ ഫുൾ ക്രിസ്മസ് തീമാണ്. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ ചെറുകെ പൊട്ടിക്കാം. Show me. You have a black one. Show me, David. It's a cyber truck. ഇതാരുടെ ഗിഫ്റ്റാ? Mine. ഇതവൻ്റെ മാവിയുടെ ഗിഫ്റ്റാണ്. ഡേവിഡിന് ഒരു ബ്ലാക്ക് കളറ്, അല്ല ഡേവിഡിനല്ല, ഡെന്നിസിന് ബ്ലാക്ക് കളറും ഡേവിഡിന് സിൽവർ കളറും. നൗ നെക്സ്റ്റ് ഗിഫ്റ്റ്. ഓപ്പൺ ചെയ്യ്. ഫാസ്റ്റ്. David, help him to open. So Dennis has a white bike and David has a red bike. Nice. So you both are happy now with your gifts? Yes. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവനകത്തിന് എടുക്കാം. നമുക്കിത് നോക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കൂൾ ഡൗൺ ആയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ക്രിസ്മസ് പ്രമാണിച്ച് ഞാൻ നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ നെയിൽ ആർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം നെയിൽ ആർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് റെഡിയാണ്, കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിംഗ് ഉണ്ട്. ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ക്രിസ്മസ് കേക്ക് കട്ടിംഗ് ചെയ്യുന്നുണ്ട്. ലഞ്ച് താഴെയാണ്. അപ്പം ഞങ്ങൾ ലഞ്ച് എന്താണെന്ന് നമുക്ക് താഴെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ഞങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്തോ പുറത്തുനിന്ന് ഒരു കേക്ക് വാങ്ങിച്ചപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പം തന്നെ സെറ്റാക്കിയിട്ടുണ്ട്.
ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനും കേക്കും കേക്കിൻ്റെ റെസിപ്പിയും അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വ്ളോഗിൽ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.